വേറെ ലെവൽ പെർഫോമൻസ് ആണ് കണ്ടോ. ഇത് നമ്മളെ മൈൻ റോഡാണ് ഗൈസ്. മൈൻ റോഡിൻ്റെ അവസ്ഥയാണ് ഇത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഇമ്പൾസിൻ്റെ ഓഫ് റോഡ് റിവ്യൂ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ടുള്ള ഗിയേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഇതൊരു ചാൻസിൽ കിട്ടിയാണ് ഈ വണ്ടി, കുറേ ദിവസമായി കിട്ടാതെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫ് റോഡ് റിവ്യൂ ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. അപ്പോൾ എക്സ്പൾസ് 200 അതിൻ്റെ റിവ്യൂ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. നമ്മളെ അരുൺ സ്മോക്കി സ്റ്റോളിൽ കുറേ പേർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു റിവ്യൂ ഉദ്ദേശിക്കുന്നില്ല, ഷോർട്ട് ആയിട്ടുള്ള ഒരു എൻ്റെ ഓഫ് റോഡാണ്. ഇപ്പോൾ ജസ്റ്റ് ഹാഫ് ആൻ അവറിന് കിട്ടിയാണ് എനിക്ക് വണ്ടി. അപ്പോൾ നമ്മളെ ചങ്ക് അൽത്താഫ് ബ്രോണ് നമുക്ക് ഈ വണ്ടി ഇപ്പോൾ തന്നത്. സോ ഓൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടെ ടാഗ് കൊടുക്കുന്നുണ്ട്. ഓന് ഒരു ഇന്ത്യ ട്രിപ്പിൾ ഇടാനുള്ള പ്ലാനിലുണ്ട് നെക്സ്റ്റ് ഇയർ. അപ്പോൾ നിങ്ങൾ ഓൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയും. ഓക്കെ, എക്സ്പൾസിൻ്റെ കണ്ടല്ലോ, നിങ്ങൾക്ക് ഹൈറ്റ് കണ്ടല്ലോ, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിരിക്കും തന്നെ വലിയ സീനാവുന്നില്ല. ഓക്കെ, എനിക്കിങ്ങനെ എത്തും കണ്ടല്ലോ. ഞാൻ പ്രോപ്പറായിട്ട് ഗിയേഴ്സിലുള്ള, ഞാൻ സ്ലിപ്പേഴ്സിലാണ് ഉള്ളത്. ലൈക്ക് ഞാൻ ഒരു ഇത് ചാൻസിൽ കിട്ടിയ വണ്ടിയാണിത്. ഞാനിപ്പോൾ പ്ലാനിങ്ങിൽ വന്നതല്ല, ജസ്റ്റ് വണ്ടി കിട്ടി കൊണ്ടുപോകുന്ന അത്രയേ ഉള്ളൂ. ഇതിൽ മോഡിഫിക്കേഷൻ ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഇതിട്ടുണ്ട് ട്രാപ്പർ. ഇത് ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്കിത് ആവശ്യമാണ്. ഇങ്ങനെ ഓഫ് റോഡ് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മളെ ചിന്നി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ബോക്സ്. അപ്പോൾ അത്ര ഇതിൽ മോഡിഫിക്കേഷൻ ചെയ്തിരുന്നത്. പിന്നെ ഒരു മൊബൈലിൻ്റെ ഹാൻഡിലർ ഇവിടെ ഉണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് BS4 മോഡലാണ് ഗൈസ്, BS6 അല്ല, BS4. ഓക്കെ, അപ്പോൾ ഓഫ് റോഡ് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഒരു ലൈക്ക് 2 കിലോമീറ്റേഴ്സാണ് ഞാൻ ഓഫ് റോഡ് വരുന്നത്. പൊളി പെർഫോമൻസ് ഗൈസ്. പിന്നെ പറയാനുള്ളത് ഗിയേഴ്സിനെ കുറിച്ചിട്ടാണ്. ഗിയേഴ്സ് ഭയങ്കര സോഫ്റ്റാണ്. നമ്മളെ ഓഫ് റോഡ് വണ്ടിയുള്ള പോലെ ഹാർഡ് ഒന്നുമല്ല. ഇപ്പോൾ നമ്മളെ NS ഉണ്ട്, അപ്പോൾ അതിനാട്ടി സ്മൂത്തായിട്ടാണ് ഈ ഇതിലുള്ള ഗിയേഴ്സ് ഫീൽ ചെയ്യുന്നത്. പിന്നെയുള്ള ഫ്രണ്ട്സ്, പിന്നെ അതിൻ്റെ മീറ്റേഴ്സ് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ റിവ്യൂ കാണിത്തന്നെ ഞാൻ വിചാരിക്കുന്നു എല്ലാവരും. അപ്പോൾ നമുക്ക് ഒരു റിവ്യൂയിലേക്ക് പോകാതെ നമുക്ക് നേരെ ഓഫ് റോഡ് തന്നെ പോവാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് വന്നതെങ്കിൽ ഞാൻ സ്റ്റണ്ട് റൈഡറാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടം ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റണ്ട് ട്യൂട്ടോറിയൽ പഠിപ്പിച്ച് തരുന്നുണ്ട്. ജസ്റ്റ് ചാനൽ ഇത് കയറി നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അപ്പോൾ ഓഫ് റോഡിൽ കുറച്ച് സ്റ്റണ്ട്സും കുറച്ച് റൈഡ്സൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇടത്തോളം വന്ന സീൻസ് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. ഓക്കെ, ലെറ്റ്സ് ഗോ. പിടയും മനം പാടി വരും അതിലാടിലയം കലപല കുലങ്ങൾ തിരയും മനം തേടി ഇടം ഇരുമൂടി വിധം ഒരു തരം സ്ഥിതികൾ. മലയും പല കാടുകളും അതിൽ തേനുകരും പലതരം ഇണകൾ. കലയും മലയാളികളും ഇതിലാടി വരും ചില പുതുവഴിയിൽ. അറിയൂ നീ നാടുകളിൽ ഇവർ തേടി വരും ഇടം പൊതുവഴിയിൽ. കരയും ഇവർ കുരുന്നുകളും കൈനീട്ടി വരും വിധിച്ചെറുയുഗത്തിൽ. അറിയാൻ പല ലോകസ്ഥിതി മറയാക്കി വിധി ദിനം നോക്കി ഇതിൽ. ഒടുവിൽ തല താഴ്ന്ന സ്ഥിതി മരവിച്ച ഗതി ദിനം തോണ്ടി ഇതിൽ. ഈ പിടയും ഒടുവിൽ നുകരും മരണം അവിടം ശരണം. അഴകും മലിയും തറയിൽ തളരും ഒടുവിൽ മുകളിൽ പറയാനധികാരികളും ബലിയായി പല ജീവിതവും. തുണയായി ഇവർ തേടിയത് ബലമായി അവർ നേടി അത്. കലയായി ഞാൻ പാടി ഇത് മനസാക്ഷിക്ക് സ്വസ്ഥമിത്. തരും താളത്തിൽ വ്യക്തമിത് വരും കാലം അബദ്ധമിത്. ചെറുതായി തല പൊക്കി ഇത് മിഴി രണ്ടും ചുറ്റുമിത്. തല കൊണ്ടൊന്ന് ചിന്തിച്ചിട് ഉടയോൻ വരം വന്ദിച്ചിടന്ത്യമിത്. ചന്ദ്രൻ ചെല്ലിയൻ ചന്തമിതെന്തിനു മണ്ണിനു ഭാരമശുംബനായി. കണ്ണിനു പിന്നിലയുണ്ടൊരു കണ്ണുനീരൊപ്പുന്ന പെണ്ണിനുമപ്പുറം പലതും.
ഉണ്ടല്ലോ ചെറിയ അമ്പൊന്നിലൊക്കെ ഒരു സീനേ അല്ല ഗൈസ്, മനസ്സിലായോ? ഇതുപോലത്തെ അമ്പൊന്നും നമുക്ക് അറിയുന്നില്ല. നമ്മൾ ലൈക്ക് സിറ്റിങ്ങിൽ തന്നെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്, ഒന്നിച്ച് നിൽക്കേണ്ട സ്റ്റാൻഡിങ് ആവശ്യമില്ല. ഓക്കെ, പിന്നെ 2 പേരായിട്ടാണ് ഇപ്പോൾ റൈഡ് ചെയ്യുന്നുള്ളത്. ഞാൻ ഗോപ്രോ എടുത്തിട്ട് അതുകൊണ്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് കണ്ടല്ലോ, സ്മൂത്തായിട്ട് ഇറങ്ങുന്നുണ്ട് ഓഫ് റോഡെല്ലാം. അപ്പോൾ പൊളിയാണ് ഗൈസ്, വേറെ ലെവൽ പെർഫോമൻസ് ആണ്. കണ്ടല്ലോ, ചെറിയ ചെറിയ ഓഫ് റോഡ് നമുക്ക് ഫീൽ ചെയ്യാമെന്നില്ല, ചെറിയൊരു ഗട്ടറല്ലോ കണ്ടല്ലോ. പിന്നെ ഗ്യാസ് സ്മൂത്ത് ആയതുകൊണ്ട് ഗ്യാസ് സെറ്റാണ് ഗൈസ്. വേറെ ലെവല് ഗൈസ്, വേറെ ലെവല്. ഇങ്ങനെ കയ്യെല്ലാം എടുത്തിങ്ങനെ പോവാം കേട്ടോ. ലൈക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് എക്സ്പൾസ് ഓടിക്കുന്നത്. പക്ഷെ ആദ്യത്തെ ഇംപ്രഷൻ എല്ലാം പൊളിയാണ് ഗൈസ്, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആദ്യം കയറുമ്പോൾ നമുക്കൊരു ഹൈറ്റിൽ ഇരുന്ന പോലെ തോന്നും. പക്ഷെ ഒരു ജസ്റ്റ് ഒരു 100 മീറ്റർ റൈഡ് ചെയ്യുന്ന ശേഷം നമുക്ക് ആ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു കോൺഫിഡൻ്റ് ആണ് ഈ റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഫ്രണ്ട് ABS ആയതുകൊണ്ട് അതെനിക്ക് ABSൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. ആ ABSൽ വലിയൊരു പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടില്ല, അത് മാത്രമായി പറയാനുള്ളത്. ബുക്ക് പറയുന്നത് ABSൻ്റെ അത്ര പെർഫോമൻസ് കണ്ടിട്ടില്ലത്. ഓക്കെ, നമുക്ക് ABS ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പൊക്കെ അടിക്കായിരുന്നു ഉണ്ടാക്കാൻ. കണ്ടല്ലോ കാര്യം ഓളി. ഇത് നമ്മളെ മെയിൻ റോഡാണ് ഗൈസ്, മെയിൻ റോഡിൻ്റെ അവസ്ഥയാണ് ഇത്. അപ്പോൾ ഇത് നമുക്കൊരു ഓഫ് റോഡ് പോലെയാണ്. ഓക്കെ, വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഹലോ, വേറെ ലെവൽ ഗൈസ്, ഒന്നും പറയാനില്ല. നമുക്ക് അൽത്താഫ് പ്രോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മോർ സ്റ്റണ്ട്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഓയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഓനെ കൂട്ടിയിട്ട് നമ്മൾക്ക് വരും, വന്നിട്ട് നമ്മൾ ഫുൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഫുൾ വേറെ ഓഫ് റോഡിൽ പോയിട്ട് ഇതിനായിട്ട് കിടുക്കാച്ച് ഓഫ് റോഡ് ഉണ്ട് ഗൈസ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫുൾ മജല് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ ചാനൽ 10K ആവാനായി. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റണ്ട് റിലേറ്റഡ്, ബൈക്ക് റിലേറ്റഡ് വീഡിയോസാണ് അധികം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടം ആദ്യമായിട്ട് വരുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഇഷ്ടം കയറാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 10K അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാ ID അൽത്താഫിൻ്റെ, പക്ഷേ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ കാണാം. ബൈ. താങ്ക് യു.